സംസ്ഥാന സർക്കാരിന്റെ നവകേരള സർവേയുടെ മുഖ്യ നടത്തിപ്പ് നിർവഹിക്കുന്നത് CPM. സർവേക്കായി CPM സേന വീടുകളിലേക്ക് സർവേക്കായി ആളെ കണ്ടെത്തി റിക്രൂട്ട്മെന്റ് പോർട്ടലിൽ പേര് രജിസ്റ്റർ ചെയ്യിക്കുന്ന ദൗത്യമാണ് പാർട്ടിക്ക്. ജില്ലാ കമ്മിറ്റികൾക്കുള്ള സംസ്ഥാന കമ്മിറ്റിയുടെ കത്തിലാണ് പരാമർശമുള്ളത്. തെരഞ്ഞെടുപ്പിന് മുൻപുള്ള LDFന്റെ സ്ക്വാഡ് വർക്കായിട്ടാണ് സർവേ. വിവരങ്ങളുമായി ദിസ്ന സുരേഷ് ചേരുകയാണ്. ദിസ്ന, സർക്കാരിന്റെ ചെലവിൽ ഒരു സർവേ, പ്രത്യേകിച്ച് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ, പറയൂ ദിസ്ന. തീർച്ചയായും രാഗി സൂചിപ്പിച്ചതുപോലെ തന്നെ തിരഞ്ഞെടുപ്പിന്റെ ഒരുക്കങ്ങളിലേക്ക് CPM കടന്നു എന്ന് തന്നെയാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. ഈ വികസനക്ഷേമ പദ്ധതികളെക്കുറിച്ച് സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച നവകേരള സർവേയുടെ മുഖ്യ നടത്തിപ്പ് നിർവഹിക്കുന്നത് പാർട്ടിയാണ് എന്നൊരു വിവരം തന്നെയാണ് പുറത്തു വന്നിരിക്കുന്നത്. ഈ സന്നദ്ധ സേനയിലേക്ക് ആളെ കണ്ടെത്തുന്നത് റിക്രൂട്ട്മെന്റ് വഴിയാണ്. അതിൽ പ്രധാനമായും LDF അനുകൂലികളെയാണ് ഈ കർമ്മസേനയിലേക്ക് പരിഗണിക്കുന്നത് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ജില്ലാ കമ്മിറ്റികൾക്കുള്ള സംസ്ഥാന കമ്മിറ്റിയുടെ കത്തിലാണ് ഈ പരാമർശം വളരെ കൃത്യമായി ഉള്ളത്. ഈ സർക്കാരിന്റെ ക്ഷേമ പ്രവർത്തനങ്ങളെക്കുറിച്ച് ജനങ്ങൾക്ക് പറയാനുള്ളത് കേൾക്കാനുള്ള പദ്ധതി എന്ന നിലയ്ക്കാണ് ഇത്തരത്തിലൊരു പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത്. 80 ലക്ഷം വീടുകൾ കേന്ദ്രീകരിച്ചാണ് ഇത്തരത്തിലൊരു സർവേ നടത്തുന്നത് എന്നുള്ളതാണ്. മാത്രമല്ല, ഇവർക്ക് പ്രതിഫലം സർക്കാർ നിലവിൽ പ്രഖ്യാപിച്ചില്ല. പക്ഷേ 20 കോടി രൂപയാണ് ഈ സർവേക്ക് സർക്കാർ അനുവദിച്ചിട്ടുള്ളത് എന്നൊരു കണക്കുകൾ കൂടി ഇപ്പോൾ നിലവിൽ പുറത്തു വരുന്നുണ്ട്. എന്തായാലും LDFന്റെ സ്ക്വാഡായി സർവേ മാറുന്നു എന്നൊരു വിമർശനമാണ് പ്രധാനമായും ഉയർന്നു വരുന്നത്. ഇതിന്റെ കണക്ക് പ്രകാരം പഞ്ചായത്ത് വാർഡിൽ നിന്ന് 6 പേരെയും നഗരസഭാ വാർഡിൽ നിന്ന് 8 പേരെയുമാണ് വാർഡ് തല കർമ്മസേനയിലേക്ക് വേണ്ടത് എന്ന് തന്നെയാണ്. ഇവരുടെ മേൽനോട്ടത്തിലായാണ് ഈ തദ്ദേശ സ്ഥാപന തലത്തിൽ ഒരു ഉദ്യോഗസ്ഥനും 2 സന്നദ്ധ പ്രവർത്തകരും അടങ്ങുന്ന ടീമിനെ നിയോഗിക്കും. ഈ ടീമിനെ നിശ്ചയിക്കേണ്ടതും ബന്ധപ്പെട്ട പാർട്ടി ഘടകമായിരിക്കും എന്നത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. രാഗി, എന്തായാലും രാഗി സൂചിപ്പിച്ചതുപോലെ തന്നെ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്നു. വികസന പദ്ധതികൾ കൃത്യമായി ജനങ്ങളിലേക്ക് എത്തിക്കുക, അല്ലെങ്കിൽ എന്തൊക്കെ നേട്ടങ്ങൾ ഈ ഭരണത്തിൽ സർക്കാർ നേടി എന്നതും അതുപോലെ തന്നെ നേട്ടങ്ങൾ പെരുപ്പിച്ചു കാണിച്ച് അവബോധം സൃഷ്ടിക്കുക എന്നൊരു ശ്രമം ഒക്കെ തന്നെയാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് നടക്കുന്നത്. പക്ഷേ അത് ഒരു LDFന്റെ ഒരു സ്ക്വാഡ് സർവേ ആയി പ്രവർത്തിക്കുകയാണ് ചെയ്യുന്നത് എന്ന വിമർശനമാണ് അതിശക്തമായി ഉയർന്നു വരുന്നത്. അതും സർക്കാർ ചിലവിൽ തന്നെയാണ് ഇത്തരത്തിലൊരു കർമ്മസേന പ്രവർത്തിക്കുന്നത് എന്ന് തന്നെയാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. രാഗി, എന്തായാലും സർക്കാരിന്റെ ചെലവിൽ CPM സർവേ നടത്തും. തദ്ദേശ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് CPM പ്രവർത്തകർ വീടുകളിലേക്ക് എത്തുന്ന രീതിയിൽ ഒരു പദ്ധതി വിഭാവനം ചെയ്തിരിക്കുകയാണ് സർക്കാർ എന്നുള്ളതാണ്. ദിസ്ന സുരേഷാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.